ഒറ്റയാൻ കബാലിയെ വാഹനമിടിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ വനം വകുപ്പ്. ആനയെ പ്രകോപിപ്പിച്ചവർ സഞ്ചരിച്ച തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനം തിരിച്ചറിഞ്ഞു. സൂരജ് സജ്ജിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, ഇത് ആരൊക്കെയാണ് സൂരജ് ഈ കബാലിയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത്? ഉന്മേഷ്, ആദ്യഘട്ടത്തിൽ ഈ കബാലിയെ ഈ തമിഴ്നാട് സ്വദേശികൾ പ്രകോപിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ ഈ ആനയെ കാറിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ ആനയ്ക്ക് നേരെ, ആനയുടെ അടുത്തേക്ക് കാറ് കൊണ്ടുചെന്ന് ഇടിപ്പിക്കാൻ ശ്രമിക്കുന്നത് പുറത്തു വന്ന പുതിയ ദൃശ്യത്തിൽ വ്യക്തമാണ്. TN 43 P 3916 എന്ന രജിസ്ട്രേഷനിലുള്ള തമിഴ്നാട് വാഹനമാണ് ഈ ആനയെ ഇടിപ്പിക്കാൻ ശ്രമിച്ചത്. സ്കോർപിയോ കാറിലെത്തിയ സംഘമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ ആനയ്ക്ക് നേരെ അക്രമം നടത്തിയതെന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. അതിൽ ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു യുവാക്കൾ ഈ അഭ്യാസം നടത്തിയതെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ ആർക്കൊക്കെ വീഴ്ചയുണ്ട് എന്ന് സംബന്ധിച്ച് വനംവകുപ്പ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ ഇത്തരത്തിൽ ആനയെ പ്രകോപിപ്പിക്കാൻ ശ്രമം നടന്നിട്ട് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 15 മണിക്കൂർ നേരം ഈ കബാലി ഈ റോഡിന് നടുവിൽ ഇറങ്ങി നിന്ന് ഈ ഗതാഗതം തടസ്സപ്പെടുത്തിയത്. ആന വലിയ മതപ്പാടിലായിരുന്നു. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലും ആന റോഡിൽ നിലയുറപ്പിച്ചിട്ടും ആനയെ തുരത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് പോയില്ല. കാരണം ആനയെ പ്രകോപിപ്പിച്ചാൽ അത് വലിയ അക്രമത്തിലേക്ക് പോകും. നിരവധി വാഹനങ്ങളെല്ലാം തന്നെ ആ വഴിയിൽ കാത്തു കിടക്കുന്നു. അങ്ങനെ ഒരു അപകട സാധ്യത നിറഞ്ഞ മേഖലയിലാണ് ഈ സ്കോർപിയോ കാറുമായി യുവാക്കൾ മുന്നിലേക്ക് കയറി വന്ന ആനയ്ക്ക് മുന്നിലെത്തി ആനയെ ഇടിപ്പിക്കാൻ ശ്രമം നടത്തിയത്. അതിനിടയിൽ ആന ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വനംവകുപ്പ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.